ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നേരെ മുമ്പ് കണ്ടിട്ടുള്ള AA സൈസിൻ്റെ തന്നെ AAA സൈസ് വേരിയൻ്റ് ആണ്. BPLൻ്റെ തന്നെ ബാറ്ററിയാണ്. ഇതും ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. അതായത് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കിവിടെ നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് USB പോർട്ട് ഫോർ ചാർജിങ്ങും 1000 സൈക്കിൾസ് ചാർജ് സൈക്കിൾസും. ഓക്കെ, ഇതിൽ മൈക്രോ USB പോർട്ട് ഇവിടെ സൈഡിൽ വരും. ഇത് പുറത്തെടുത്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിലതാ ഇവിടെ ബാക്കിലായിട്ട് അതിൻ്റെ ബാക്കി ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതായത് AAA സൈസ് മോഡൽ, പിന്നെ ഇവരുടെ മോഡൽ നമ്പറും പ്രോഡക്റ്റ് ഡീറ്റെയിൽസും പിന്നെ മാനുഫാക്ചറിങ് ഇയറും ഡീറ്റെയിൽസ്. ഇത് ഞാൻ റിലയൻസിൻ്റെ സൈറ്റിൽ നിന്ന് 2999, അതായത് 300 രൂപയ്ക്കകത്താണ് ഞാനിത് വാങ്ങിയത്. ഇതിൻ്റെ ചാർജിങ് വോൾട്ടും ആംബിയറിൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്. 5 വോൾട്ട് 2 ആംബിയർ. ഇത് 400 മില്ലി ആംബിയറേ ഉള്ളൂ. നമ്മുടെ AA സൈസ് 1000 മില്ലി ആംബിയർ ആയിരുന്നു. ഇത് 400 മില്ലി ആംബിയറേ ഉള്ളൂ. പിന്നെ അതായത് ഇതിൻ്റെ ബാക്കി ചാർജിങ് ഇൻഡിക്കേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻ LED ഫ്ലാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാർജിങ്ങും, ഫുള്ളി ചാർജഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ LED ഓൺ ആയിരിക്കും. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. അതായത് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് ചാർജർ കണക്ട് ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എത്ര വോൾട്ടും ആംബിയറും എടുക്കുന്നുണ്ടെന്നുള്ളതും നമുക്ക് ആ ചാർജർ ഡോക്ടർ വഴി കണക്ട് ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് BPLൻ്റെ റീചാർജ് ചെയ്യാൻ പറ്റുന്ന AAA സൈസ് ബാറ്ററിയാണ്. 400 mAh. ഞാനിപ്പോൾ ഒരു ബാറ്ററി വെളിയിൽ എടുത്തിട്ടുണ്ട്. AA സൈസ് ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലൊരു ഫുൾ സൈസ് USB പോർട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ സൂം ആയിക്കോട്ടെ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈക്രോ USB പോർട്ട് കാണാൻ പറ്റും. ഈ മൈക്രോ USB പോർട്ട് വഴിയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ മറ്റേ AA സൈസ് ബാറ്ററി പോലെ തന്നെ ഗ്രീൻ LED ഇവിടെ മുകളിൽ വരുന്നുണ്ട്. ചാർജ് ചെയ്യുന്ന സമയത്ത് ബ്ലിങ്ക് ചെയ്യും. ചാർജ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റേബിളായിട്ട് നിൽക്കും. ഇത് നമുക്ക് ഒന്ന് USB ചാർജ് ഡോക്ടറിൽ കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. USB ചാർജ് ഡോക്ടറിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതും ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇത് 400 mAh ഉള്ളൂ. എനിക്ക് തോന്നുന്നു AA സൈസ് ബാറ്ററിയാണ് കുറച്ചും കൂടെ ലാഭകരമെന്ന് തോന്നുന്നു. കാര്യം ഇത് 400 mAhന് നമ്മൾ ഏകദേശം 300 രൂപ കൊടുക്കേണ്ടി വരുന്നുണ്ട്. മറ്റത് 300 രൂപയ്ക്ക് നമുക്ക് 1000 mAh കിട്ടും. പിന്നെ പർപ്പസും കൂടെ അനുസരിച്ചിരിക്കും. നമുക്കിപ്പോൾ റിമോട്ടിലൊക്കെ ഇടാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ. മറ്റേ ബാറ്ററി വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് റിമോട്ടിൽ ആ ബാറ്ററി കോമ്പാറ്റബിൾ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ റിമോട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈസിലുള്ള ബാറ്ററി ഏതാണെന്ന് ആൾറെഡി ചെക്ക് ചെയ്യുക. നമുക്കിപ്പോൾ കണക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഡയറക്റ്റ് USB അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു കൊച്ചൊരു കേബിൾ വെച്ചിട്ടേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് കണക്റ്റഡ് ആണ്. അതായത് ഇതിൽ ചാർജ് കയറുന്ന സമയത്ത് ഇതിൽ ബ്ലിങ്ക് ചെയ്യും. അതായത് ഇതിൽ എടുക്കുന്ന വോൾട്ടേജ് ആംബിയർ നോക്കിക്കോളുക. 0.11. ഓക്കെ, 0.10 ആംബിയർ, 5 വോൾട്ട്. ഓക്കെ, ഇതിൻ്റെ ചാർജിങ് ആംബിയർ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് എത്ര ഇപ്പോൾ ബാറ്ററി ഏകദേശം ചാർജഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ബാറ്ററി ഏകദേശം ചാർജഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ആംബിയർ എടുക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പിന്നെ 5 വോൾട്ട് 0.2 ആംബിയർ ആണ്. ഓക്കെ, അപ്പോൾ ഒരു 80% കൂടുതൽ ചാർജർ ഉള്ളത് കൊണ്ടാണ് 2 ആംബിയർ എടുക്കാത്തത്. 80% വരെ ഇത് 0.2 ആംബിയറിലായിരിക്കും ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് വായിച്ച് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഇതിൽ 1 year വാറണ്ടി ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാര്യം ഇതിൽ ഈ ഒരു ബാറ്ററി ഞാൻ ആൾറെഡി റീചാർജ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും കുറച്ച് ആംബിയർ എടുക്കുന്നത്. ഇപ്പം മറ്റേ ബാറ്ററി നമുക്ക് കണക്ട് ഇതിൽ ഈ അഡീഷണൽ ആയിട്ടൊരു വേറൊരു ബാറ്ററി കൂടെ ഉണ്ട്. ഈ ബാറ്ററി ഞാൻ ചാർജ് ചെയ്ത് നോക്കിയതല്ല. ഒരു ബാറ്ററി മാത്രമേ ഞാൻ ചാർജ് ചെയ്ത് ചെക്ക് ചെയ്തുള്ളൂ. ഈ ബാറ്ററി നമുക്ക് ഈ ഒരു ബാറ്ററി മാറ്റിയിട്ട് ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. ഈ ബാറ്ററി ഫാക്ടറി ചാർജറാണ്, ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. ഓക്കെ, 0.21 ആംബിയറാണ് എടുക്കുന്നത്. ഓക്കെ, ഈ ബാറ്ററി ഇപ്പോൾ 80% താഴെയാണ് ഇതിൻ്റെ ചാർജ്. അതുകൊണ്ടാണ് ഈ ബാറ്ററിക്ക് 0.21 ആംബിയർ എടുക്കുന്നത്. അതായത് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് ആ ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് ചാർജിങ് എന്ന് കാണിക്കാനും ഇവിടെ എത്ര വോൾട്ട് എടുക്കുന്നുള്ളത് നമ്മുടെ ചാർജ് ഡോക്ടറിൽ കാണാൻ പറ്റും. 0.21 ആംബിയർ. അതായത് ഇത് അത്യാവശ്യം ചാർജ് ചെയ്യേണ്ട ബാറ്ററിയാണ്. ഇതിപ്പോൾ നമുക്ക് ചാർജ് ഫുള്ളാകുമ്പോൾ ഈ ഗ്രീൻ സ്റ്റേബിളായിട്ട് തന്നെ കത്തും. മറ്റേ ബാറ്ററിയിൽ കാണിച്ചത് അതേപോലെ തന്നെയാണ്. നമ്മളിതിൽ ഈ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ നമുക്കുള്ള മെയിൻ അഡ്വാൻറ്റേജ് 1000 സൈക്കിൾസ് കിട്ടും എന്നുള്ളതുപരി ഇത് 1.5 വോൾട്ട് തന്നെ കിട്ടും. ചില ഡിവൈസുകൾ 1.5 വോൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർലി അത് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഞാൻ പല ഡിവൈസുകളിലും കണ്ടിട്ടുണ്ട്. ചില ടോയ്സിലും ചില ഡിവൈസുകളിലും കൂടുതലും 1.2 വോൾട്ട് ആകുമ്പോൾ 2.4 വോൾട്ടേ കിട്ടുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് വർക്ക് ചെയ്യാതെ വരും, ബാറ്ററി ചാർജ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമുക്ക് 1.5 വോൾട്ട് തന്നെ കിട്ടും. അപ്പം കറക്റ്റ് 3 വോൾട്ട് തന്നെ കിട്ടും. നമ്മുടെ നോൺ റീചാർജബിൾ ബാറ്ററി 1.5 വോൾട്ടാണ്. AAA ആയാലും AA ആയിരുന്നാലും. റീചാർജബിൾ ബാറ്ററി നിക്കൽ മഗ്നീഷ്യം ബാറ്ററി വരുമ്പോഴാണ് 1.2 വോൾട്ട് വരുന്നത്.
പിന്നെ ലിഥിയം അയൺ ബാറ്ററി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചാർജ് ഹോൾഡ് ചെയ്യാനും പിന്നെ പെട്ടെന്ന് ചാർജ് ആവാനും ചാൻസ് ഉണ്ട്. കാര്യം ഇതിപ്പം 90 മിനിറ്റാണ് അവർ ഫുൾ ചാർജിന് പറഞ്ഞിരിക്കുന്നത്. അത് അതിൻ്റെ സൈഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് മറ്റേ ബാറ്ററിയാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അത് 90 മിനിറ്റ് അല്ല, അതിന് 7 മണിക്കൂറുകളൊക്കെയാണ് പറയുന്നത്. ഇതിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഞാനത് അവരുടെ സൈറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. സൈറ്റിൽ ഞാൻ വായിച്ചായിട്ട് ഓർമ്മിക്കുന്നുണ്ട് 90 മിനിറ്റാണ് 0 to 100 അവർ ചാർജിങ് ടൈം പറഞ്ഞിരിക്കുന്നത്. അതിവിടെ കണ്ടില്ല, അതെനിക്ക് സൈറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ വേണമെങ്കിൽ വോൾട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1.5 വോൾട്ട് തന്നെ അല്ലേ എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഫുള്ളി ചാർജറാണ്. 1.52 ഫുള്ളി ചാർജർ സെല്ലായതുകൊണ്ടാണ് 1.52 കാണിക്കുന്നത്. അതായത് ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അതായത് ആ ഗ്രീൻ ലൈറ്റ് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ഫുള്ളി ചാർജർ എന്നാണ്. ഇതേ സ്റ്റാറ്റസ് തന്നെയാണ് AA ബാറ്ററിക്ക്. നമ്മൾ ഇതുപോലുള്ള കേസ് വാങ്ങി അതിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ബാറ്ററി ലാസ്റ്റ് ചെയ്യും. കാര്യം അധികം പെട്ടെന്നൊന്നും പൊടിയും മോയ്സ്ചറും ഒന്നും കയറി ചീത്തയായി പോകില്ല. എപ്പോഴും നിങ്ങൾക്ക് ഇതുപോലുള്ള കേസ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെറ്റർ. അതായത് ഇപ്പോൾ കീബോർഡിൽ AAA സൈസ് ബാറ്ററിയാണ്. ഇതിപ്പോൾ ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈയുടെ ഒരു AAA സൈസ് ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നൊരു കീബോർഡാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇട്ടിരുന്നത് ഒരു എൻലോപ്പിൻ്റെ AAA സൈസ് ബാറ്ററിയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് BPLൻ്റെ ബാറ്ററി ഇട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്യാം.